ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ മലേഷ്യൻ വ്ലോഗ് പാർട്ട് 4 ആണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീച്ചു. നമ്മൾ നിൽക്കുന്നുണ്ടായ ആ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് ഫുഡും ഉണ്ടായത്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത്. നമ്മൾ കഴിക്കാൻ പോയി. എന്തെല്ലോ മലേഷ്യൻ ഡിഷ് ഉണ്ടായിന്, എല്ലാം വാരിക്കോരി എടുത്തു, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ ഇന്നലെ കഴിച്ച മാതിരി തന്നെ അപ്പം അതുപോലെ കുറച്ച് ചമ്മന്തിയും ഉണ്ടായിന്, അതാണ് കഴിച്ചിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിന്. നമ്മൾ പോയിട്ടുണ്ടായത് ജെൻഡിങ് ഹൈലൻഡിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ പോയാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല വെച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. അവർ പറഞ്ഞാണെങ്കിൽ തന്നെ രാവിലെ പോയതുകൊണ്ട് അത്ര വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പോകുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഈ വയനാട് ചുരം അതുപോലെ ആ ഊട്ടിയിലേക്കെല്ലാം പോകുന്ന സൈഡിലെ ആ ഒരു നല്ല പച്ചപ്പായിട്ടുള്ള കുറേ നല്ല മരങ്ങളും എല്ലാം ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ, അതുമാതിരിയുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. നല്ല നമ്മുടെ നാട്ടിലെങ്ങനെയാണോ അതേമാതിരി കുറേ കാടും അതിനിടയിൽ റോഡും കുന്നും മലയെല്ലായിട്ട്. അങ്ങനെ നമ്മൾ ജെന്നിങ് ഹൈലൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് മേലേക്ക് പോകണം, മുകളിലേക്ക് പോകണം. ഞാനും മണൽ മാത്രം ഇതിൻ്റെ ഉള്ളിലായി കാഴ്ച, അവരെല്ലാം പുറത്ത് അവരുടെ ഉള്ളിലേക്ക് വരുന്നില്ല. ഞാനും മണൽ മാത്രം പോയിട്ട് എന്ത് രസമല്ലേ കുഞ്ഞി വാഹനമൊക്കെ കാണാൻ, എന്തോ ഒരു ക്യൂട്ടാണ്, പിടിച്ച് കടിച്ചറാന്നെല്ലാം തോന്നി. അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണത്. അങ്ങനെ നമ്മൾ ആ ഒരു മീൻസ് ഇതിനെ പറയല്, ആ ഒരു കാറിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് പല വ്യൂ ആണ് കാണുന്നത്. ആദ്യം നമ്മൾ ഈ കാടെല്ലാം കാണുമെങ്കിലും പിന്നെ ഫുള്ള് മഞ്ഞാവും, പിന്നെ ഒന്നും കാണൂല. കുറേ കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്സ് കാണും. ഇതെല്ലാം മീൻസ് ഒരു വലിയ കുന്നാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എത്രമാത്രം അപ്ഡേറ്റ് ആണ്, എത്രമാത്രം ഓരോ ഡേയും അവർ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഈയിടെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ നമ്മളെ കേരളത്തിൽ കൊണ്ടുവന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. ഇവിടെ മണ്ണ് ഇടിച്ചിട്ട് റോഡ് പണിയുമ്പോൾ തന്നെ മണ്ണ് ഫുള്ള് ഇടിഞ്ഞ് വീഴുന്നുണ്ട്. അതുമാതിരി അല്ല ഇവിടെ കേട്ടോ. നല്ല രസമാണ്. എനിക്കൊന്നാമത് ഉയരം പേടിയാണ്. മുകളിലേക്ക് എത്തുന്നത് പോലെ മീൻസ് മുകളിലേക്ക് പോകുന്ന കണക്ക് എനിക്ക് പേടിയാണ്. എൻ്റെ മുഖം ഇപ്പം കണ്ടാൽ നിങ്ങൾക്ക് തിരിയൊന്നല്ല, തിരിച്ച് വരുമ്പോൾ കുറച്ച് വീഡിയോസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എൻ്റെ പേടി. അപ്പോൾ അങ്ങനെ ഓരോ വ്യൂവും കാണുന്നു. ഒരു മീൻസ് ആ മുകളിലേക്ക് പോകുന്ന കണക്ക് ഭയങ്കര വ്യൂ കേട്ടോ. മീൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല വ്യൂ ആണ്. അമ്മ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ നിങ്ങൾക്ക് പേടിയാകുന്നുണ്ടോയെന്ന്. പേടിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അമ്മക്ക് അങ്ങനെ പേടി ഉണ്ടാവാൻ ചാൻസില്ല. കാരണം നമ്മൾ പള്ളിക്കര ബീച്ചിൽ പോയെങ്കിൽ തന്നെ തൊട്ടിലാട്ടത്തിലെല്ലാം അമ്മ കയറും, ഞാൻ കയറൂല, എനിക്ക് പേടിയാണ്. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര പേടിയാണ്. ഈ മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ചൈനീസ് അമ്പലമുണ്ട്. ആദ്യം നമുക്ക് പോകാൻ പറ്റും, പക്ഷെ നമുക്ക് ആ ഒരു പാക്കേജിൽ അതില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിട്ട് അതോ സമയപരിധി കൊണ്ട് പോവാഞ്ഞതോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ ഫുള്ള് മഞ്ഞ് മീൻസ് ഫുള്ള് കോടയായി, ഒന്നും കാണാത്ത രീതിയിൽ കുറച്ച് മാത്രം നമ്മൾ അടുത്തില്ല, കുറച്ച് പച്ചപ്പ് മാത്രമേ നമുക്ക് കാണുന്നുണ്ടായിട്ട്, ദൂരമുള്ളതൊന്നും കാണുന്നുണ്ടായി. ഈ ഒരു ഈ ഒരു മഞ്ഞ് എല്ലാവർക്കും കാണണമെന്നില്ല കേട്ടോ. ഈ ഒരു ടൈം രാവിലെ ഒരു 9:30-10 മണി ആ ഒരു ടൈമിൽ പോയവർക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതിനുശേഷം നമ്മൾ എത്തിയിട്ടുണ്ടായത് ഒരു വാട്ടർ തീം പാർക്കിലേക്കാണ്. അതിനുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തല്ലോ നമ്മളെ മണാൽ എന്തല്ലോ പറഞ്ഞതിനൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറേ ദിവസമായില്ലേ, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ വാട്ടർ തീം പാർക്ക്, ഒരു വലിയ പാർക്കെല്ലാം ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് കളിക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. നമ്മളെ പാക്കേജിൽ അതൊന്നും ഉണ്ടായിട്ടാന്ന് തോന്നുന്നു. ഈ ഒരു പാർക്ക് എനിക്ക് കാണുമ്പോൾ വിസ്മയെല്ലാം പോലെ തോന്നുന്നു. വിസ്മയർ അത്രക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. മീൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ആ ഒരു പാർക്കിലുണ്ടായത്. അതിന് ശേഷം നമ്മൾ മുകളിലേക്ക് എത്തി. നല്ല എക്സ്പീരിയൻസ് കേട്ടോ. ആ ഒരു മീൻസ് അതിൽ ഇങ്ങനെ വരുന്നത് ആ ഒരു കയറിലൂടെയാണ് നമ്മൾ വരുന്നത്. പൊട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ താഴത്തും. എല്ലാവരും അവരവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ് അപ്പുറം ഇപ്പുറം. ഇപ്പം നമ്മൾ 10-27 ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ്, എല്ലാവർക്കും ഒന്നിൽ തന്നെ കയറാൻ പറ്റില്ലല്ലോ. ഒരു മീൻസ് ആ ഒരു കുഞ്ഞി കാറിൽ ഒരു 7 ആൾക്കാർ അങ്ങനെ എന്തോ ആണ് നമുക്ക് കയറിയിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അതിന് ശേഷം മണാൽ പറഞ്ഞു ഇന്ന സമയത്ത് ഇവിടെ എത്തണം, അതുവരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, പിന്നെ കാസിനോയിൽ പോവാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. കാസിനോയിൽ പോകണമെങ്കിൽ 18-21 വയസ്സ് ആവണം, വലിയ ലഗേജ് ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞു. ഇതാണ് കാസിനോ. അവിടെ ചൂത് കളി, ലൈക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നുമില്ല. എന്തെല്ലോ ഒരു കമ്പ്യൂട്ടറിൽ എന്തെല്ലോ അവരിങ്ങനെ
മീൻസ് ബെറ്റ് വെക്കുന്നത് അങ്ങനെയുള്ള എന്തെല്ലോ കളിയാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായിട്ടാണ്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. എന്തെല്ലോ അൺസൈക്കബിൾ പോലത്തെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനും തോന്നിയിട്ട് അതുകൊണ്ട് നമ്മൾ വേഗം വന്നു. അമ്മക്ക് രാവിലത്തെ ഫുഡ് ഒട്ടും ശരിയായിട്ട് ഉണ്ടായിട്ടാ. നമുക്ക് മലേഷ്യൻ ഫുഡായിരുന്നു നല്ലോണം ഉണ്ടായത്. അതുകൊണ്ട് അമ്മ അതൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ട. അതുകൊണ്ട് തന്നെ അമ്മക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ചെറിയൊരു കുഞ്ഞി മീൻസ് ജ്യൂസ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് കയറി. അവിടുന്ന് ഒരു മാംഗോ ജ്യൂസ്, അത് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. അതിൽ 2 ആൾക്ക് വേണമെങ്കിൽ 3 ആൾക്ക് കുടിക്കാനില്ല അത്ര ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കുഞ്ഞി ചിക്കൻ്റെ ഒരു ചിക്കിങ് അങ്ങനെ എന്തോ ഉള്ള കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിന്. അത് വലിയ ടേസ്റ്റ് ചെയ്യേണ്ടായിട്ടാ, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ട. ആ ഒരു ഫോട്ടോയിൽ കാണുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ശരിക്കും തിന്നുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടായിട്ട. പക്ഷേ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്നുള്ളതുകൊണ്ട് തിന്നു. അങ്ങനെ ആടില്ല കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഇത്. ധീരെ പേടിയൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോസാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായത്. ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര സ്പീഡും അതുപോലെ എനിക്കെന്തോ ഭയങ്കര പേടിയുമായിട്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പോകുന്ന സമയത്ത് അത്ര ഉണ്ടായിട്ടോ തോന്നുന്നു, വരുന്ന സമയത്ത് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ ബസ്സിൽ കയറി. പിന്നെ അവരോട് നമ്മൾ കുറേ സമയമായിട്ട് പാട്ട് വെച്ചുതാ പറഞ്ഞിട്ട് അവർ നമുക്ക് പാട്ട് വെച്ച് തന്നു ഗൈസ്. പാട്ട് വെച്ചതിന് ശേഷം നമ്മൾ അങ്ങ് ഡാൻസ് കളിച്ചു. ഡാൻസിൻ്റെ പാട്ട് ഞാൻ ഇടുന്നില്ല, എന്തേന്ന് വെച്ചെങ്കിൽ കോപ്പി റൈറ്റ് വരാൻ ചാൻസ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യം ഈ ഒരു പാക്കേജ് എടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ടിക്കറ്റെല്ലാം അയച്ചല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു എത്ര വയസ്സുള്ളവരാണ്. അപ്പോൾ ഏകദേശം ആൾക്കാരും വയസ്സ് 50ഉം 54ഉം അങ്ങനെയുള്ള വയസ്സല്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെല്ലാം വയസ്സായവർ വന്നു കഴിഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയോട് പറയുന്നു. ബട്ട് ഞാനത് തിരുത്തി പറയുന്നു ഗൈസ്, വയസ്സ് നമുക്കൊരു വിഷയമല്ല. എല്ലാവരും ഒരുപോലെ എൻജോയ്. ഞാൻ വിചാരിക്കും സത്യം പറഞ്ഞാൽ നമ്മ ഈ പിള്ളേരെക്കാൾ എൻജോയ് ചെയ്തത് അവരാണ്. ഡാൻസിലായാലും പാട്ടിലായാലും കവിത പാടിയിട്ടായാലും ആ ഒരു ടൂറ് നമ്മൾ ശരിക്കും ഒരു ഫാമിലി മാതിരി ആയിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് സങ്കടമായി. ഒരു ബന്ധമില്ലാത്ത കുറേ ആൾക്കാരാണ് കേട്ടോ ഇത്. ഒരു ബന്ധമില്ലാത്ത ഓരോ ജില്ലയിൽ നിന്നും 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ ജില്ലയിൽ നിന്നും ഏകദേശം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയില്ല, ഓരോ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും നമ്മൊരു ഫാമിലി മാതിരി. ഇപ്പോൾ എനിക്ക് ഏത് ജില്ലയിൽ പോയാലും ആൾക്കാരുണ്ട്, അതാണ് വലിയ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പല ആൾക്കാരെയും കണ്ടുമുട്ടി നല്ല നല്ല ബന്ധങ്ങൾ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സത്യം ഒരുപാട് സങ്കടമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത്. ഞാൻ വന്നതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ആക്കുന്നുള്ളത്. അപ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് എനിക്ക്. പിന്നെ ഈ ഒരു ഡാൻസിൽ ലാസ്റ്റ് എൻ്റെ നിങ്ങൾ കണ്ടോ, കുറച്ച് ചിരിക്കാനുള്ളതുണ്ട് എന്നൊക്കെ. ഇതാ ഇപ്പം കാണും, നിങ്ങൾ കണ്ടോ നമ്മൾ എൻജോയ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. അതാ പോയി എല്ലാം വീണു, പരക്കനെ വീണു നിലത്തേക്ക്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഇട്ടതാണ്. ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്ക് ബ്രേക്ക് കിട്ടിയിട്ടാ എല്ലാം ഒന്നരപ്പാടെ വീണു. ഞാനാണ് ഏറ്റവും അടിയിലുണ്ടായത്. അമ്മ എന്നെ വിളിക്കുന്നുണ്ട്, ചക്കര ഓടുത്തു എന്നെ. എന്നിട്ട് ഇവരെല്ലാം പൊക്കാൻ മാത്രം ഉണ്ടല്ലോ ഞാൻ. അങ്ങനെ ഞാൻ എണീച്ചു ഗായ്സ്. എണീച്ചു കുറേ സമയം ചിരിച്ച് എണീക്കാനും പറ്റുന്നില്ല. ലാസ്റ്റ് എണീച്ചതിന് ശേഷം ചേച്ചി പറഞ്ഞത് എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാനൊരു പഞ്ഞിക്കെട്ടിൻ്റെ മുകളിൽ വീണ പോലെ ഉണ്ടായിരുന്നു. എൻ്റെ മുകളിലേക്ക് വീണയാന്ന് ശരിക്കും. അതിന് ശേഷം നമ്മളിതാ സ്വർണ്ണക്കട്ടേന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഫുള്ള് സ്വർണ്ണമയം. ഈ സ്വർണ്ണമാതിരി തന്നെ എടുത്ത ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റില്ല. ചിക്കൻ കറി എന്തെല്ലാം വേണമെന്നോ അതെല്ലാം നമുക്ക് ഉണ്ടായിന്. അല്ല അപ്പം എനിക്ക് ഈ ഒരു അരിയും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ നല്ലോണം ഫുഡും കഴിച്ചിന്. വീണക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. രാവിലത്തെ ഫുഡ് ശരിയായിട്ടുണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ വാങ്ങിയ ഫുഡും എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു ഫുഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഞാനും അമ്മയും കഴിച്ചിന്. നമ്മളിതാ കൈ വാഷ് ചെയ്യുന്ന ഇതും സ്വർണം മാത്രല്ല കാണിച്ച് തരാൻ ഞാൻ ഈടിയുണ്ട്. അതുപോലെ ഇതാ ബാത്റൂം നമുക്ക് സ്വർണ്ണത്തിൽ വരെ നമുക്ക്. അതിന് ശേഷം വാച്ചിൻ്റെ ഗോഡൗണിലേക്കാണ് പോയിട്ടുണ്ടായത്.
എൻ്റെ കയ്യിൽ റിങ്കിറ്റ് അത്ര കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ വാച്ച് വാങ്ങണ്ടെന്നില്ല ഇതിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ ആടുന്ന് അവരോട് ചോദിച്ചു ഇന്ത്യൻ മണി എടുക്കുമോ, അവർ പറഞ്ഞു ഇന്ത്യൻ മണി എടുക്കും. എന്നിട്ട് ഇന്ത്യൻ മണി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ട് നല്ല വാച്ചാണ്, കുറച്ച് നല്ല പൈസയുടെ വാച്ച് തന്നെയാണ്. അതിന് ശേഷം നമ്മൾ ബാട്ടു കേവ്സിലേക്കാണ് വന്നിട്ടുണ്ടായത്. ഇവിടെയാണ് ഏറ്റവും വലിയ മുരുകൻ്റെ മറ്റേ സ്റ്റാച്യു ഉള്ളത്. അവിടെ നമുക്ക് എല്ലാ ടൂറിസ്റ്റിനെ കാണാൻ പറ്റും. പക്ഷേ തമിഴ് ആൾക്കാർ കുറച്ചധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിന്. അവിടെ കുറച്ചധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിന്. ഈടയിലെ പടികൾ എന്ന് വെച്ചാൽ 272 സ്റ്റെപ്പാണ് ഈ ബാട്ടു കേവ്സിൽ ഉള്ളത്. ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ 2 അമ്പലങ്ങളും അതിൻ്റെ മുകളിലായിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കയറാൻ പറ്റ പാടെ എനിക്ക് അറിയൂ. എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോൾ നമ്മൾ വണ്ടിയിലല്ലേ, ഒന്നെങ്കിൽ സ്കൂട്ടിയിൽ അല്ലെങ്കിൽ കാറിൽ അല്ലെങ്കിൽ ബസ്സിൽ, നടക്കുന്നേ ഇല്ലല്ലോ. രണ്ടും കൽപ്പിച്ച് ഞാനും അമ്മയും നടന്നു. അമ്മക്ക് ഒന്നാമത് മുട്ടുവേദന ഇല്ലതാണ്, മുട്ടും നടും വേദന ഇല്ലതാണ്. എന്നാലും അമ്മ എന്തായാലും മലേഷ്യ വരെ വന്നിട്ട് മലേഷ്യയുടെ സ്വന്തം ബാട്ടു കേവ്സ് കയറിയിട്ടെങ്കിലോ എന്ന് ചോദിച്ചിട്ട് അമ്മയും നല്ല രീതിയിൽ കയറി. നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടായത്. ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ നടന്ന് ഒരു സൈഡ് ഇങ്ങനെ നടക്കും, അപ്പുറം സൈഡ് നടക്കും, ഇങ്ങനെ സൈഡ് നടക്കും, അങ്ങനെ സൈഡ് നടന്നിട്ട് കയറുന്ന സമയത്ത് അതാ ഈ കുരങ്ങനില്ലേ, അത് ആ പെണ്ണില്ലേ, ഇതാ റോസ് കളർ ഡ്രസ്സ് ഇട്ട ആ ഒരു കൊച്ച്, ആ പെണ്ണിൻ്റെ ഒരു പൊതി, അതിൽ ഫോണും പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെടുത്തിട്ട് അത് ഇവിടെ നിൽക്കുന്നു. ഈ കുഞ്ഞാണെങ്കിൽ വെച്ചു കരയുന്നുമുണ്ട്. ലാസ്റ്റ് ഒരു പൊതി അവരെന്തോ പൂമാലയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് എറിയുന്ന സമയത്ത് അത് പിടിക്കാൻ വേണ്ടിയിട്ട് ആ കുരങ്ങൻ ഈ പൊതി തായിലേക്ക് ഇട്ടിന് കേട്ടോ. അങ്ങനെ ആ പെണ്ണ് സന്തോഷമായി. കരയുന്ന കാണുമ്പോൾ സങ്കടം വന്നിന്. ഓളെ വീഡിയോ എടുക്കാൻ തോന്നുന്നേ ഉണ്ടായിട്ട്. എനിക്ക് എന്താ വെച്ചെങ്കിൽ ഒരാൾ ഈ കരയുന്ന സമയത്ത് ഞാനെങ്ങനെ അമ്മ വീഡിയോ എടുക്കൽ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് പോയി നമ്മൾ മുകളിലേക്ക് എത്തി ഗായ്സ്. അതിന് ശേഷം അവിടെ കുറേ കടകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മുകളിൽ കുറച്ച് ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര പൈസയാണ്, താഴെയില്ലേനും കാട്ടി പൈസ മുകളിലുണ്ട്. എത്തിയിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലാണ്. ഇതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു കേട്ടോ. ഒരു വലിയ ഗുഹയുടെ ഉള്ളിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. ഇവിടെയും കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇതാ അങ്ങ് കാണുന്നതാണ് അമ്പലം. ഈ ഒരു അമ്പലം മാത്രമല്ല, ആ മേലേക്കും ഒരമ്പലമുണ്ട്. ആ ഒരു കുഞ്ഞു ഗുഹയിൽ അതിന് മുകളിലേക്കും ഒരമ്പലം. അത്രയും നടന്ന മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര സമാധാനവും സന്തോഷവും, കേടുന്നില്ലാത്തൊരു സന്തോഷമെല്ലാമാണ്. കുറേ സമയമില്ല നടക്കുന്ന. ഇരുന്നു അവിടെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം അമ്പലത്തിനുള്ളിലേക്ക് പോയി. അമ്പലത്തിലുള്ളാണെങ്കിൽ ഇത് തമിഴ് അവരാണ് ഈ ഫുൾ അമ്പലമെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഫുള്ള് തമിഴന്മാരാണുള്ളത്, തമിഴൻസ്. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ഉള്ളെല്ലാം കയറിയതിന് ശേഷം നമുക്ക് ഉറിയെല്ലാം ഇട്ടു. നമ്മൾ കേരളത്തിലെല്ലാം പോയ ഒരു ഫീലാണ് അമ്പലത്തിൻ്റെ ഉള്ളെല്ലാം കയറുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു കേട്ടോ. ഈശ്വര എല്ലാം ഞാൻ വിചാരിക്കുന്ന കാര്യമെല്ലാം നടക്കണേ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു. ശേഷിയുടെ മുരുകൻ്റെ വാഹനമായ മയിലിൻ്റെ പ്രതിമയിലുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടയേർഡ് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഉള്ള സമയത്താണ് നമ്മൾ അതിന് മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഒരാൾ താടെ ഹായ് ആക്കുന്നതന്നെ. മേലെ കയറിയതിനേക്കാളും പ്രശ്നമായിരുന്നു താഴെ കീയുമ്പോൾ. താഴേക്ക് നോക്കുമ്പോൾ തന്നെ തലകറങ്ങുന്നുണ്ടായിന്. ഇങ്ങനെ മല്ലേ പിടിച്ചിട്ടെല്ലാന്ന് കയറി. കുഞ്ഞു സ്റ്റെപ്പായതുകൊണ്ട് നമുക്ക് കാല് വെക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടായിന്. അതിന് ശേഷം നമ്മൾ ഒരു കരിക്ക് വാങ്ങി കുടിച്ചു. നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വെയിലത്ത് ആ ഒരു കരിക്ക് കിട്ടുന്ന സമയത്ത് എൻ്റെ അമ്മോ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കരിക്കേ വാങ്ങിയിട്ടുണ്ടായിട്ട് ഞാനും അമ്മയും ഷെയർ ഇട്ടു. അതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറി. അന്നേരം നമുക്ക് മണാലൊരു പാട്ട് പാടി തന്നു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനാണ് മലേഷ്യയുടെ സ്വന്തം ട്വിൻ ടവർ. ഇത് നമ്മൾ പകൽ വെളിച്ചത്തിലുള്ള ആ ഒരു സീനറിയാണ് കേട്ടോ. പകൽ വെളിച്ചത്തിൽ തന്നെ ഇത്ര രസമാണ് ആ ഒരു ട്വിൻ ടവർ കാണാം. അപ്പം രാത്രിക്ക് എങ്ങനെ ആയിരിക്കും? ഇതെല്ലാം ഒരു ദിവസം കേട്ടോ. ഒരു ദിവസം 3 ഡ്രസ്സാണ് ഞാൻ മാറ്റിയിട്ടുണ്ടായത്. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് ഫോട്ടോ ഇടണമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഡ്രസ്സ് മാറ്റണ്ടേ? അതുകൊണ്ട് ഡ്രസ്സ് എനിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വലിയ പെട്ടി. നമ്മൾ 27 ആൾക്കാർ പോയതിൽ ഏറ്റവും വലിയ പെട്ടി ഉണ്ടായത് എനിക്ക്. ഞാൻ ഓൾറെഡി ഒരു പെട്ടി വാങ്ങിയിട്ടുണ്ടായിന്. ആ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെട്ടി തേയാൻ ഞാൻ വേറൊരു ട്രോളി വാങ്ങിയിട്ടുണ്ടായിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. എല്ലാം പുതിയ ഡ്രസ്സ് തന്നെ വാങ്ങിയതും അതെ. അപ്പം അത് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതില്ലേ ട്വിൻ ടവറിൻ്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ നമ്മൾ താഴത്തെ ആ ഒരു ഫ്ലോറിലെല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള കാര്യങ്ങളായിരിക്കും. മുകളിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് പൈസ കൂടി.
യെസ്. നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. ലൈറ്റ് ലൈറ്റ് ഓൺ ആവണം അത്രേ ട്വിൻ ടവറിൽ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുറേ ആൾക്കാർ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ലൈറ്റ് ഓൺ ആവുന്ന ആ ഒരു ടൈമായി. പക്ഷെ അങ്ങനെ എല്ലാവരും എന്തോ എല്ലാവരും ഉണ്ട്. അച്ഛന്റെ ഒരു പാട്ട്, അച്ഛന്റെ പടം നിങ്ങളല്ലേ കേട്ടിട്ട്, നമ്മള് പുതിയ പടായി. അച്ഛന്റെ ഒരു പാട്ട് പാടും. കോൺവെന്റിലാ പഠിച്ചേ? പിന്നെ നമ്മൾ എല്ലാവരും ഇരുന്നോണ്ട് പറഞ്ഞതിന് ശേഷം പിന്നെ ലൈറ്റ് ഷോ വാട്ടർ ഷോ അങ്ങനെ എന്തോ ഉണ്ട്. എന്നിട്ട് നമ്മൾ ആടെ ഇരുന്നു, കുറേ സമയം ഇരുന്നു, ഒന്നുമില്ല, ഇങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് എണിച്ച് വന്നായിരുന്നു. നമ്മൾ സീറ്റെല്ലാം പോയായിരുന്നു. മൈസൂരില്ലേ ഇങ്ങനത്തെ ഒരു വാട്ടർ ലൈറ്റിൻ്റെ എന്തോ ഷോ ഇല്ല, അതുപോലെ അത്രയൊന്നും ഇവിടെ ഇല്ല കേട്ടോ, അത്രക്കൊന്നുമില്ല. അതുപോലെ ബുർജ് ഖലീഫയിലും ഉണ്ടാവലുണ്ട് നൈറ്റിൽ, അത്രക്കൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ അതുപോലെയെല്ലാം പ്രതീക്ഷിച്ചു, പക്ഷെ അത്രയൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ രീതിയിൽ മാത്രമേ ഉണ്ടായിട്ടു. ഇത് നമ്മൾ ആടെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായത്. നമ്മൾ എണിച്ചതിന് ശേഷം കുറച്ചും കൂടി വലിയ രീതിയിൽ വെള്ളം പോയിക്കൊണ്ടും വന്നുകൊണ്ടെല്ലാം ഉണ്ടായിന്. അത്രേ ഇല്ലു, വേറെ അധികമായിട്ടൊന്നുമില്ല. പിന്നെ നമുക്കൊന്നും മനസ്സിലാവാത്ത എന്തല്ലോ അവരെ ഇതിലൊരു പാട്ടും ഇതിൽ എൻജോയ്മെന്റ് ഇല്ലാത്ത പാട്ടും തോന്നും. ഇതാ കാണുന്ന അത്രയും ഉണ്ടായിട്ടു കേട്ടോ. അത്രമാത്രം കുറച്ച് സോങ് വെച്ചിട്ടില്ലേ, ഒരു കുറച്ച് അത്രമാത്രം, അല്ലാതെ വലിയ രീതിയിലൊന്നും ഉണ്ടായില്ല. പ്രതീക്ഷിച്ചത്രയൊന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെ എനിക്കൊരു മദാമനെ സ്വന്തമായിട്ട് കിട്ടി. ആരാ ഈ മദാമ? അശ്വിനി ബാലകൃഷ്ണന്റെ ഒരു രക്ഷയില്ലാത്ത വ്യൂട്ടാ, രക്ഷയില്ലാത്ത. Two people will be lucky enough to get the prize. All right? 8 Malay words because it's one of the easiest language in the world. Malay? All right. Anything you see, write it. See. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലവും അതുപോലെ അടുത്ത ഫുഡും നല്ല രസമുണ്ടായി. നമുക്ക് ആകെ ഇഷ്ടപ്പെടാത്ത 2 ദിവസത്തെ രാവിലത്തെ ഫുഡ് മാത്രം. ബാക്കി എല്ലാ ഫുഡും എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ഫുഡും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എല്ലാം അടിപൊളി. മലയാളികളുടെ ഷോപ്പ് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് നല്ല മലയാളം പട്ടാന്ന് വെച്ചിട്ടുണ്ടായത്. അത് ആസ്വദിച്ച് നമ്മൾ അന്നത്തെ ഫുഡ് ഗംഭീരാക്കി. ഇടിയപ്പം, സാമ്പാർ, ഗോബി എന്തോ ചിക്കൻ 65 ചിക്കൻ കറി, സാമ്പാർ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഇടണേ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി പാർട്ട് 5 മലേഷ്യൻ പാർട്ട് 5 ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും.